നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ 5ാം ഘട്ടവും പൂർത്തിയായി മുന്നോട്ട് പോകുമ്പോൾ ഇനി 2 ഘട്ടങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിൽ നടത്തപ്പെടുമ്പോൾ ഈ 5 ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ BJP അതിൻ്റെ തേരോട്ടം നടത്തുന്നു എന്ന് തന്നെ പറയേണ്ടത്. കാരണം ഈ മോദി എന്ന് പറയപ്പെടുന്ന ഒരു ഫാക്ടറുണ്ട് BJPക്ക്. മോദിക്കെതിരായിട്ട് ആ മോദി ഫാക്ടറിന് മുമ്പിൽ തന്നെയാണ് BJP കരുത്തോടുകൂടി മുന്നോട്ട് പോകുന്നത്. അതായത് മോദിക്കെതിരെ പറയത്തക്ക ഒരു തരത്തിലുള്ള രോഷമില്ല എന്നും മോദിക്ക് ഒറ്റ എതിരാളികൾ എങ്ങുമില്ല എന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ പ്രശാന്ത് കിഷോർ പോലും അങ്ങനെ പറയുന്നു. കാരണം പകരം നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വ്യാപകമായി എങ്ങും ഒരു മുറവിളികൾ പോലും ഉയരുന്നില്ല എന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. രാഹുൽ ഗാന്ധിയെ വിമർശിച്ചതോടെയാണ് ഈ പ്രശാന്ത് കിഷോറിനെതിരെ സൈബർ ആക്രമണം അടക്കം വല്ലാതെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മോദിയുടെ മടിയിലിരിക്കുന്ന സ്തുതിപാഠകൻ എന്നാണ് കോൺഗ്രസ്സുകാർ പ്രശാന്ത് കിഷോറിനെ കുറിച്ചൊക്കെ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്നുള്ളവരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ പ്രശാന്ത് കിഷോറിനെതിരെ തെറിയ അഭിഷേകം നടത്തിക്കൊണ്ടിരുന്നത്. അതൊക്കെ നടന്ന സംഭവങ്ങൾ. 2024 BJP മോദിയും വീണ്ടും 3ാം വട്ടവും അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്. 2019 303 സീറ്റുകളോ അതിൽ കൂടുതലോ BJP നേടുമെന്ന് തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം BJPയുടെ 3ാം വരവിനെക്കുറിച്ചാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അതായത് ജേർണലിസ്റ്റുകൾക്കും സൈക്കോളജിസ്റ്റുകൾക്കും വിദഗ്ധർക്കും അവരവരുടെ അഭിപ്രായമുണ്ടായേക്കാം. ചിലപ്പോൾ സുസ്ഥിരമായ അല്ലെങ്കിൽ സുസ്ഥിരത എന്ന് പറയപ്പെടുന്നത് മടുപ്പുണ്ടാക്കാം. പക്ഷേ കഴിഞ്ഞ 5 മാസമായി ഇവിടെ പല കാര്യങ്ങളും നിരീക്ഷിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മോദിയും BJPയും അധികാരത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന് തന്നെയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അതായത് 2019 സംഖ്യയോ അതിനേക്കാൾ മെച്ചപ്പെട്ടതോ ആയിട്ടുള്ള ഫലം BJPക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇലക്ഷൻ എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് മോദിയെ മുൻനിർത്തി തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അടിസ്ഥാന കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഭരിക്കുന്ന സർക്കാരിനോ അല്ലെങ്കിൽ അതിൻ്റെ നേതാവിനോ എതിരെ രോഷമുണ്ടെങ്കിൽ, അത്തരത്തിലൊരു ജനരോഷമുണ്ടെങ്കിൽ ജനങ്ങൾ ചിലപ്പോൾ അവരെ പുറത്താക്കും. പക്ഷേ ഇക്കുറി എന്ന് പറയപ്പെടുന്ന മോദിജിക്കെതിരെ വ്യാപകമായിട്ടുള്ള ജനരോഷം എങ്ങും കാണുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലയിടങ്ങളിൽ നിരാശയുണ്ടായേക്കാം, അതുണ്ടാകും, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ നിറവേറ്റാത്ത മോഹങ്ങളുമൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ വ്യാപകമായിട്ടുള്ള തോതിൽ രോഷമെന്ന് പറയപ്പെടുന്ന മോദിയോട് എവിടെയും കാണാനില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്. മറ്റൊന്ന്, മോദിയെ വെല്ലുവിളിക്കുന്ന ഒരു നേതാവിന് വേണ്ടിയുള്ളൊരു മുറവിളി. ഈ രക്ഷകനായ നേതാവ് വന്നാൽ കാര്യങ്ങൾ മെച്ചപ്പെടുമെന്നുള്ള തോന്നലുണ്ടാകുമ്പോഴാണല്ലോ അങ്ങനെ സംഭവിക്കുക. അങ്ങനെ ഉണ്ടാകുന്നില്ല. രാഹുൽ ഗാന്ധി വന്നാൽ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുമെന്ന് എവിടെയും പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല. കാരണം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ അങ്ങനെ പറയുന്നുണ്ടാകാമെങ്കിലും വ്യാപകമായി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഒരു മുറവിളി എങ്ങും ഉയരുന്നില്ല എന്നുള്ളതാണ്. മോദിക്കെതിരെ വിപുലമായിട്ടുള്ള തോതിൽ രോഷം എങ്ങും കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെ മോദിക്ക് പകരക്കാരനായി രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള മുറവിളി കേൾക്കുന്നില്ല. അങ്ങനെ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരാനായിട്ട് ജനങ്ങൾ ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് വിപുലമായിട്ടുള്ള തോതിൽ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ മാറ്റമുണ്ടാകില്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങളുടെ അവസാന വാക്കെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പലതരത്തിലുള്ള ആൾക്കാരും പല വിദഗ്ധന്മാരും അവർക്ക് പോലും അത്തരത്തിൽ ചൂണ്ടിക്കാട്ടേണ്ടി വരുന്ന ഒരവസ്ഥയാണുള്ളത്. ഒന്നുകിൽ 2 ടേമുകൾ, അതായത് 2014 മുതൽ 19 വരെയും 19 മുതൽ 24 വരെയുമുള്ള കാലഘട്ടങ്ങളിൽ ഈ 10 വർഷം നിരന്തരം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്, തുടർച്ചയായി ഭരിച്ചിരുന്നത് നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിക്കെതിരെ ഒരു ജനവികാരം ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകണം. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഇന്ത്യയിൽ എങ്ങും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ മോദിക്കെതിരെ എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ കഴിയുക? മോദിയിൽ അഴിമതി ചാർത്തിക്കൊടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് തെളിയിക്കുവാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. എന്തെങ്കിലും അത്തരത്തിലുള്ള അഴിമതി ആരോപണം കൊണ്ടുവരാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് അത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ പോലും മോദിക്കെതിരെ കൊണ്ടുവരാൻ കഴിയാത്ത പ്രതിപക്ഷത്തിന് എങ്ങനെയാണ് മോദിയെ പുറത്താക്കാൻ കഴിയുക? ഇനി ജനങ്ങൾ എങ്ങനെയാണ് അഴിമതി കാണിക്കാത്ത മോദിയെ പുറത്താക്കാൻ ശ്രമിക്കുക? ഇത് രണ്ടും ചിന്തിക്കേണ്ടതാണ്. പ്രതിപക്ഷത്തിന് തന്നെ അറിയാം, ഒരിക്കലും മടങ്ങി വരില്ല അവർ. ഇന്ത്യ മുന്നണിയല്ല, ഇനി ഏത് മുന്നണി ഉണ്ടാക്കിയാലും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന 26ഓളം വരുന്ന പ്രാദേശിക പാർട്ടികൾക്കോ ഇന്ത്യ ഭരിക്കാൻ കഴിയില്ല എന്നുള്ളത്. അവിടെയാണ് മോദി എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ മാജിക് ഉണ്ടാകുന്നത്. മോദിയുടെ മാജിക് എന്ന് പറയപ്പെടുന്നത് അഴിമതി രഹിതമായിട്ടൊരു ഭരണം ഉണ്ടാക്കിയെടുക്കുക. അതിൽ മോദി വിജയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ മോദിയുടെ പറയത്തക്ക രോഷമില്ലാത്തൊരു സാഹചര്യത്തിലൂടെ 2024 കടന്നു പോകുമ്പോൾ ആ 2024 മോദിയെ അല്ലാതെ മറ്റാരെയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുക? ചിന്തിക്കേണ്ടതല്ലേ? ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രജ്ഞന്മാരോ ഒക്കെ പറയുന്നതിനപ്പുറം പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ള 5 ഘട്ടങ്ങൾ കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത് 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിനും അപ്പുറം 3ഉം 4ഉം 5ഉം ഘട്ടങ്ങളിൽ വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള
ഒരു വല്ലാത്ത പ്രതിഭാസം എന്ന് പറയപ്പെടുന്നത് മോദി അനുകൂല കാറ്റാണ്. മോദി മാജിക്കാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മോദിക്ക് തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്, അല്ലാതെ ചിലപ്പോൾ BJP എന്ന് പറയപ്പെടുന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന മറ്റു നേതാക്കൾക്കോ ആയിരിക്കണമെന്നില്ല. പക്ഷേ മോദി എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ വല്ലാതെ ഇന്ത്യക്കാർ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മോദിയിൽ ആകൃഷ്ടരായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം മോദിക്ക് സ്വാർത്ഥപരമായിട്ട് ചിന്താഗതികൾ ഉണ്ടാകുന്നില്ല. അഴിമതി എന്ന് പറയുന്നതിനോട് അദ്ദേഹം ഒരിക്കലും സമരസപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയപ്പെടുന്നത് ഭാരതത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ മുന്നിലേക്ക് നയിക്കുക എന്നുള്ളതാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നിടത്താണ് മോദിയോട് രോഷമില്ലായ്മ ഉണ്ടാകുന്നത്. അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങളെന്ന് പറയപ്പെടുന്നത് മോദിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നവരായിത്തീരുന്നു. പല കാരണങ്ങളിൽ ചിലപ്പോഴൊക്കെ ചില വിഷമങ്ങൾ ഉണ്ടായേക്കാം, ഇല്ല എന്നുള്ളതല്ല. അത് വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില നിരാശകളുണ്ട്. ഇപ്പോൾ പെട്രോളിൻ്റെ ആണെങ്കിലും ഡീസലിൻ്റെ ആണെങ്കിലും അത്തരത്തിലുള്ള വിലയിടിവുകൾ ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നിട്ടില്ല. അത്തരത്തിലുള്ള ചില പ്രതിസന്ധികൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടിയും ജനങ്ങൾ മോദി അഴിമതിക്കാരനല്ല എന്ന് വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മോദിയെ തന്നെ മൂന്നാമതും തിരഞ്ഞെടുക്കുന്നതിൽ അവർക്ക് മടുപ്പില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും 2024 ജൂൺ മാസം 4-ാം തീയതി ഇവിടെ നമ്മൾ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഫലപ്രഖ്യാപനം നടത്തുമ്പോൾ 330 സീറ്റുകൾക്ക് മുകളിലേക്ക് BJP എത്തുകയും 330 സീറ്റുകൾക്ക് മുകളിലേക്ക് BJP എന്ന് പറയപ്പെടുന്ന പാർട്ടി നേടിയിരിക്കുകയും മോദി വീണ്ടും അധികാരത്തിലെത്തുകയും ചെയ്യും. മാത്രമല്ല NDA സഖ്യമുന്നണി എന്ന് പറയപ്പെടുന്ന NDA സഖ്യത്തിനും അത്തരത്തിലുള്ള നിരവധി സീറ്റുകൾ ലഭിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ BJPയുടെ നില എന്ന് പറയപ്പെടുന്ന 303 സീറ്റിൽ നിന്ന് 330ലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. വീണ്ടും പ്രധാനമന്ത്രിയാകുന്നത് നരേന്ദ്രമോദി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.